സാധാരണ ഓരോരുത്തർ ഇതുപോലെ സമ്മാനം വാങ്ങാനാണ് കഷ്ടപ്പെടുന്നത്. ഇവിടെ സമ്മാനം വാങ്ങുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇത് ആർക്ക് ആദ്യം കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. 10-35 വർഷം എന്നെ ഇങ്ങനെ പൊന്നുപോലെ വളർത്തി എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുമോ, എന്നെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുമോ, കുഞ്ഞുനാൾ മുതലേ എല്ലാം പങ്കുവെച്ച് എൻ്റെ കൂടെ ഉള്ള എൻ്റെ പെങ്ങൾക്ക് കൊടുക്കുമോ? മൂന്നിൽ ആർക്ക് ആദ്യം കൊടുക്കും? അതാണ് എൻ്റെ പ്രശ്നം. എടാ ഇത് നിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, ഇതിപ്പോൾ എല്ലാ കുടുംബത്തിലും പ്രശ്നം തന്നെയാണ്. ഇപ്പം എൻ്റെ കുടുംബത്തിലെ സ്ഥിതി എന്താ? എടാ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരു ബിരിയാണി പാർസൽ വാങ്ങണമെന്ന്. ഞാൻ കുറച്ച് പൈസ അധികം കിട്ടിയപ്പോൾ അപ്പോൾ അന്ന് ഞാൻ ആ റഹ്മത്ത് ഹോട്ടലിൽ കയറി. റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി ടേസ്റ്റ് അറിയില്ലേ, ഒടുക്കത്തെ ടേസ്റ്റാണ്. ഞാനാ കയറി 2 ബിരിയാണി പാർസൽ വാങ്ങി വീട്ടിൽ ചെന്ന് ഈ പ്രശ്നമുണ്ട്. ആർക്ക് ആദ്യം കൊടുക്കുന്നു? എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ പൊന്നെ 2 എണ്ണം അവിടെ എവിടെയുമില്ല. ഞാൻ നേരെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ച് അകത്തേക്ക് അങ്ങ് കയറാൻ നേരത്തെ ഇപ്പോൾ 2 പേരും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഇതെന്താ ഇതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ബിരിയാണിയാന്ന് പറഞ്ഞു. ഉടനെ തന്നെ സന്തോഷത്തോടു കൂടി അവർ 2 പേരും കൂടെ പുതിയ കഴിച്ച് കഴിക്കാനായിരുന്നു. അപ്പോൾ ആർക്ക് ആദ്യം കൊടുക്കുന്നുള്ള പ്രശ്നമില്ല, ആരെ കയ്യിൽ ആദ്യം കൊടുത്തൊന്നുമില്ല, ഒന്നുമില്ല. സന്തോഷത്തോടു കൂടി ഇവർ 2 പേരും ഇരുന്ന് കഴിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് കുളിച്ച് വരാമെന്ന് പറഞ്ഞ് സമാധാനത്തോടു കൂടി ഡ്രസ്സ് മാറ്റി കുളിമുറിയിൽ അങ്ങ് കയറലും പൊരിഞ്ഞടിയാ. അടിയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ അടി. എടാ ഞാനിങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ബിരിയാണീൻ്റെ ഒന്നായിട്ട് എൻ്റെ മേലേക്ക് ഒരു പൊതി ഇങ്ങോട്ട് വന്ന് നോക്കുന്നത്. ഉമ്മ എടുത്ത് എറിഞ്ഞാ കാര്യം പറഞ്ഞേ. എടാ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നെ അവളെ പൊതിയിൽ ചിക്കൻ്റെ കാലുണ്ട്. ഉമ്മച്ചി കഴിത്താൻ പോലോ. എടാ ഇതൊക്കെ എനിക്ക് ഹോട്ടലിൽ കയറി പാക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനുണ്ടല്ലോ ആ പാക്ക് ചെയ്തവനെ പണ്ടാറടങ്ങി ഒരാഴ്ച അവനെ കാണാൻ നടന്നിട്ട് ഞാൻ ഹോട്ടലിന് മുന്നിൽ കൂടെ. എന്ത് തോൽവിയാണത്. ഞാനിപ്പോൾ എനിക്കൊരു തോന്നുന്നത് ഞാനിപ്പോൾ തങ്കത്തിന് ആദ്യം കൊടുത്ത അമ്മയ്ക്ക് പ്രശ്നമില്ല, എൻ്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കും. ഭാര്യ പ്രശ്നം ഉണ്ടാക്കും. അമ്മയ്ക്ക് ആദ്യം കൊടുത്ത തങ്കത്തിന് പ്രശ്നം ഉണ്ടാവില്ല, ഭാര്യ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ജമന്തിക്ക് ആദ്യം കൊടുത്താലോ പെങ്ങളും അമ്മയും പ്രശ്നം ഉണ്ടാക്കും. ഉറപ്പാ, ഒരു സംശയവും. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അവിടെ ചിലപ്പോൾ ആദ്യം ആരായിരിക്കട്ടെ നിൽക്കാൻ സാധ്യത? എൻ്റെ അഭിപ്രായത്തിൽ അമ്മയായിരിക്കും. മക്കളെ എത്തിരി നേരം കാണാണ്ടാകുമ്പോൾ ഇവരെവിടെ പോയി വഴിക്കണ്ണിൽ ഇങ്ങനെ കണ്ണും നോട്ടി നോക്കിയിട്ട് അമ്മ തന്നെയാണ് സത്യത്തിൽ പറഞ്ഞാൽ. അങ്ങനെ കുറച്ച് നേരത്തെ പോയാലോ? തങ്കമായിരിക്കും ഫ്രണ്ട് ഇരിക്കുന്നത് അല്ലേ? ആ തങ്കം അങ്ങനെ മിറ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് മക്കളെ തക്കളീൻ്റെ കൂടെ ജോലിയുടെ വഴിക്കച്ച് നിൽക്കുകയായിരിക്കും. ജമന്തി എന്തായാലും പുറത്ത് ആ സമയത്ത് ഇറങ്ങൂല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, തങ്കത്തിന് നമ്മൾ കൊടുത്തിട്ട് തിരിയമ്പ ജമന്തിയെ കണ്ട തീർന്നു, ഒരു രക്ഷയില്ല.